എന്റെ സഹോദരന്മാർ മനസ്സിലാക്കണം, ഇങ്ങനെ ഒരു പ്രത്യേക ഒരു സ്വഭാവം ചില മനുഷ്യന്മാർക്കുണ്ട്. അവര് സമൂഹത്തിൽ ഒറ്റപ്പെടുന്നവരാണ്. അവർക്ക് വളരാൻ കഴിയില്ല, അവർക്ക് പുരോഗതി പ്രാപിക്കാൻ കഴിയില്ല. വകാനൽ ഇൻസാനു അക്സറ ശൈഇൻ ജദല. ഈ തർക്കത്തിന്റെ സ്വഭാവം മനുഷ്യ നിന്റെ ഹൃദയത്തിൽ ഉണ്ട് എന്ന് നീ മനസ്സിലാക്കണം. പോരായ്മകൾ പലതും നിനക്കുണ്ട്. അതുപോലെ ഇന്നൽ ഇൻസാന ലകഫൂർ, മനുഷ്യൻ നന്ദി വളരെ കുറഞ്ഞവനാണ്. ഇതും മനുഷ്യന്റെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. നന്ദി വളരെ കുറവാണ്. ഒരാൾ മറ്റൊരാളോട് 1,00,000 രൂപ കടം ചോദിച്ചു, 1,00,000 കടം തരികയും ചെയ്തു. 6 മാസം കഴിഞ്ഞ് അത് തിരിച്ചു കൊടുക്കുകയും ചെയ്തു. പിന്നെയും ചോദിച്ചു, പിന്നെ ഞാൻ വളരെ ആവശ്യത്തിൽ വന്നവർ 2,00,000 രൂപ തരണം, 6 മാസം കഴിഞ്ഞ് ഞാൻ തരും, മുമ്പ് തന്നതുപോലെ തരും. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ആവട്ടെ 2,00,000 തരാതെ കൊടുത്തു. അങ്ങനെ ഇടപാട് 1,00,000 ഇടപാട് ക്ലിയർ ചെയ്തു. പിന്നീട് 2,00,000 ഇടപാടും ക്ലിയർ ചെയ്തു. 3ാമത്തെ പ്രാവശ്യം ഇദ്ദേഹം വന്ന് ചോദിക്കുന്നു, പിന്നെ വളരെ ആവശ്യം 5,00,000 ഉണ്ടായിരുന്നു, തരുമോ? അപ്പൊ അയാളെ മറുപടി, ഞാൻ ലേശർ പ്രയാസത്തിലും കടത്തിലുമാണ്. അപ്പൊ തന്നെ ഇയാൾ പറയാൻ തുടങ്ങിയത്, ഓ, ഒരത്യാവശ്യത്തിന് 5,00,000 രൂപ ചോദിച്ചിട്ട് തരൂലല്ലേ? വലിയ വലിയ സൂപ്പർ മാർക്കറ്റും വലിയ കഴിവൊക്കെ ഉണ്ടായിട്ട് നമുക്കൊരു 5,00,000 തരൂല. അപ്പൊ ആരാ പറഞ്ഞു, നിങ്ങൾക്ക് മുമ്പ് 2 തവണ തന്നില്ലേ, അത് ഞാൻ തിരിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. പറയാനുണ്ട്, 1,00,000 തന്നു, ഡേറ്റിന് കൊടുത്തല്ല. രണ്ടാമത് 2,00,000 തന്നു, അത് ചിലപ്പം വൈകിയാ കൊടുത്തത്, എന്നാലും വൈകിയാണ് ഞാൻ കൊടുത്തല്ലോ. അത് ഇത്ര പറയാനുണ്ടോ? ഇന്നൽ ഇൻസാന ലകഫൂർ, നന്ദിയില്ലാത്തവനാണ് മനുഷ്യൻ. മനുഷ്യന്റെ ആ സ്വഭാവം ഈ സംസാരിക്കുന്ന, ഈ പ്രഭാഷണം നടത്തുന്ന ഞാനും നിങ്ങളും നമ്മളെ നാടുകളിൽ അനുഭവിക്കുകയാണ്. നന്ദിയില്ലാത്ത സ്വഭാവത്തിന്റെ പേരിൽ പിന്നീട് പലർക്കും ഗുണം ചെയ്യാൻ നമ്മളെ മനസ്സിൽ തോന്നുന്നില്ല. അത്രയും നീചമായ സ്വഭാവങ്ങൾ മനുഷ്യനിൽ ഉണ്ട്. പ്രകൃതിപരമായ ഈ സ്വഭാവങ്ങളെ എങ്ങനെ ഇല്ലാതെയാക്കിയെടുക്കാൻ കഴിയും? എന്നിട്ടൊരു നല്ല മനുഷ്യനാകാൻ എന്താണ് മാർഗം? ഡയോജനസ് എന്ന് പറയുന്ന ഗ്രീക്ക് തത്വജ്ഞാനി ആഥൻസ് നഗരത്തിലൂടെ ഒരിക്കൽ ഉച്ച സമയത്ത് ഒരു ചൂട്ടും കത്തിച്ച് ഇങ്ങനെ നടന്നു പോവുകയാണ്. ഒരു ചൂട്ടും കത്തിച്ച് ആഥൻസ് തെരുവീതിയിലൂടെ ഡയോജനസ് നടക്കുകയാണ്. ചൂട്ടുമായിട്ട് ഇങ്ങനെ പോവുകയാണ്. പോകുമ്പോ ആരോ ചോദിച്ചു, ഓ സഹോദര, എന്തുപറ്റി? താങ്കൾക്ക് എന്തുപറ്റി? ഈ ഉച്ച സമയത്ത് ചൂട്ട് കത്തിച്ച് തിരയുന്നത് എന്താണ്? അദ്ദേഹം പറഞ്ഞു, ഞാനൊരു മനുഷ്യനെ തിരയുകയാണ്, മനുഷ്യനെ കാണാത്തത് കൊണ്ട് ചൂട്ട് കത്തിച്ച് തിരയുകയാണ്. ഉച്ചക്കോ? അതേ, ഉച്ചക്ക്. എന്നാലേ എന്റെ ഈ പ്രമേയം വിജയിക്കുകയുള്ളൂ, എന്റെ ഈ അന്വേഷണം ലോകത്ത് അറിയപ്പെടുകയുള്ളൂ. ആ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് കേരളത്തിൽ ഒരു പ്രമുഖ സാഹിത്യകാരൻ എഴുതി, ഒരു മനുഷ്യനെ കാണാൻ ഉച്ചക്ക് ചൂട്ട് കത്തിക്കേണ്ട സാഹചര്യം ലോകത്ത് സംജാതമായെങ്കിൽ ഒരു നല്ല മനുഷ്യനെ കാണാൻ എത്ര ചൂട്ടുകൾ ആവശ്യമായി വരും? സുബ്ഹാനല്ലാഹ്, ആകെ ഒന്ന് മാറണം, ആകെ ഒന്ന് മാറ്റണം. നമ്മളൊക്കെ മാറ്റത്തിന് വിധേയമാകണം. പല ന്യൂനതകളും നമുക്കുണ്ടെങ്കിലും അതിന്റെ മറുഭാഗത്തേക്കൊന്ന് നോക്കൂ. നമുക്കുള്ള ഗുണങ്ങൾ, ആ ന്യൂനതകളെല്ലാം എടുത്തുമാറ്റി ഗുണങ്ങൾ വളർത്തിയെടുക്കാൻ നാം ശ്രമിച്ചാൽ എന്തൊക്കെ നമുക്കിവിടെ ചെയ്യാൻ കഴിയും? ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. ഗുണങ്ങളിലേക്ക് ഞാൻ കടക്കുന്നു. ഖുർആൻ പറയുന്നു, മനുഷ്യനിൽ പ്രകൃതി ഊട്ടിയുറപ്പിച്ചിട്ടുള്ള ഗുണങ്ങൾ, പല ഗുണങ്ങളും അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. ആ ഗുണങ്ങളിൽ പലതും ഇന്നുവരെ ഉപയോഗപ്പെടുത്തിയിട്ടില്ല. ഒരു കഥയുണ്ട്. 2 ആളുകൾ ഒരു ബസ്സിൽ ഇങ്ങനെ പോവുകയാണ്, യാത്ര ചെയ്യുകയാണ്. ബസ്സിലെ സീറ്റിൽ 2 ആളും അടുത്തടുത്ത് ഇരുന്ന് പോവുകയാണ്. ഈ സദസ്സിൽ തന്നെ എത്രയോ ആളുകൾ അടുത്തിരിക്കുന്നു, തമ്മിൽ അറിയൂല. എല്ലാവരും നോക്കുന്നത് സ്റ്റേജിലേക്കാണ്, ഫോക്കസ് ചെയ്യുന്നത് സ്റ്റേജിലാണ്. തൊട്ടടുത്ത് വലത്ത് ആരാളുള്ളത്? നോക്കിയിട്ടില്ല. ഇടഭാഗത്ത് ആരാളുള്ളത്? അറിയില്ല. നാട്ടുകാരനാണോ? അറിയില്ല. എന്താണ്, ആരാണ്, എന്താ ജോലി? ഒരന്വേഷണം, ഒരറിവ്, ഒരു പരിചയവുമില്ല. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ സാധാരണ അങ്ങനെ ഉണ്ടാവാറുണ്ട്. നമ്മൾ ഇരിക്കുന്നു, അപ്പുറത്ത് മറ്റൊരാളിരിക്കുന്നു. വെറുതെ തോന്നി അയാളൊന്ന് പരിചയപ്പെടാൻ. അയാളിലേക്ക് മെല്ലെ നോക്കിയപ്പോൾ നമ്മൾ കരുതി വെറുതെ അയാൾ ഡിസ്റ്റർബ് ചെയ്യണ്ട, മിണ്ടിയില്ല. അയാൾ ഇങ്ങോട്ട് നോക്കി, അയാളും മനസ്സിലാക്കി ഇയാളോടൊന്നും മിണ്ടണ്ട. 2 ആളും മിണ്ടാതെ എറണാകുളം വരെ, തിരുവനന്തപുരം വരെ
ആ ബസ്സിൽ യാത്ര ചെയ്തു. അവിടെ എത്തുന്നത് വരെ രണ്ടാളും മിണ്ടുന്നില്ല, ഒന്നും മിണ്ടുന്നില്ല. അള്ളാഹു നൽകിയ കഴിവ് അവിടെ ഉപയോഗപ്പെടുത്തിയില്ല. ആ കഴിവ് ഉപയോഗപ്പെടുത്തിയിരുന്നുവെങ്കിൽ മനുഷ്യ നിനക്ക് വളരാൻ കഴിയുമായിരുന്നു, നിനക്ക് ഉയരാൻ കഴിയുമായിരുന്നു. നോക്കൂ, ആ മലയുടെ മുകളിലേക്ക് നോക്കൂ. ആ മലയിൽ ആരാണ് കാണുന്നത്? ആടുകളെ മേയ്ക്കുന്ന ഒരു പാവപ്പെട്ട ഇടയൻ ആ മലയുടെ മുകളിലുണ്ട്. ആ മകന്റെ പേരെന്താണ്? ഇടയന്റെ പേരാണ് ഇബ്നു ഉമ്മു അബ്ദ് എന്നാണ് ആ അടിമയുടെ പേർ. ആ അടിമ ആടിനെ മേയ്ക്കാൻ വേണ്ടി മലയിൽ കടന്നു വന്നതാണ്. ആടിനെ മേച്ചുകൊണ്ടിരിക്കുന്ന ഇടയനെ കണ്ടപ്പോൾ സുബ്ഹാനല്ലാഹ് തോന്നി അയാളെ ഒന്ന് പരിചയപ്പെടണമെന്ന്, അയാളൊന്ന് മിണ്ടണമെന്ന് തോന്നി. മെല്ലെ അടുത്തേക്ക് ചെന്നു. സഹോദര, ചെറിയൊരാവശ്യം പറയട്ടെ. ഓ, എന്താണ് ആവശ്യം? മറുപടി നൽകുന്നു. ജീവിതത്തിന്റെ വിജയം കടന്നു വരുന്ന വഴികളെപ്പറ്റി നാം മനസ്സിലാക്കണം. നമ്മൾ നന്മയുടേതായ വഴികളിലേക്ക് കടന്നു വരാൻ നമുക്ക് സാധിക്കണം. അത് തൗഫീഖാണ്. അള്ളാഹു ആ തൗഫീഖിന്റെ വാതിൽ നമുക്ക് തുറന്നു തരട്ടെ. മടിച്ചു നിൽക്കരുത്. അള്ളാഹു നൽകിയ കഴിവ് ഇങ്ങനെ ഉപയോഗപ്പെടുത്തണം. ആ ഇടയനോട് ചോദിച്ചു, സഹോദര, 100 കണക്കിന് ആടുകളുണ്ടല്ലോ, ഈ ആടുകളിൽ നിന്ന് ഏതെങ്കിലും ഒരാടിൽ നിന്ന് ഒരൽപ്പം പാൽ കറന്ന് എനിക്ക് തരുമോ? ഞാനും എന്റെ കൂടെയുള്ള നേതാവും വളരെ ക്ഷീണത്തിലാണ്, വിശപ്പിലാണ്, അല്പം പാല് കറന്നു തരുമോ? ആ ഇടയന്റെ മറുപടി, ഓ പ്രിയപ്പെട്ട സഹോദര, ഇടയൻ പറയുന്നു, ഈ ആട് എന്റേതല്ല, ഇതെന്റെ മുതലാളിയുടേതാണ്. ആടിനെ മേയ്ക്കാനേ എനിക്ക് അധികാരമുള്ളൂ. ഈ ആടിനെ തരാനോ ഈ ആടിന്റെ പാല് കറന്നു തരാനോ എനിക്ക് അധികാരമില്ല. ഇടയനായ ഞാൻ ആടിനെ മേയ്ക്കുന്ന ജോലിയെ എനിക്ക് നിർവാഹമുള്ളൂ. ആട് എന്റേതല്ല, പാല് എന്റേതല്ല. ചോദിക്കരുത്. ആ മനുഷ്യൻ പറഞ്ഞു, പിന്നെ പാൽ ഇപ്പോൾ കറവുള്ള ആടിന് തരണ്ട. കറവില്ലാത്ത ഏതെങ്കിലും ആടുണ്ടോ ഇതിൽ? അങ്ങനെയുള്ള ഏതെങ്കിലും ആടുണ്ടെങ്കിൽ ആ ആടിനെ തരികയാണെങ്കിൽ ഞങ്ങൾ അതിൽ നിന്ന് പാൽ കറന്നെടുക്കുന്നതിന് വിരോധമല്ലല്ലോ. അതിനെനിക്ക് വിരോധമല്ല. ഒരു കറവില്ലാത്ത, പാൽ തീരെ ഇല്ലാത്ത, കറവ് വറ്റിപ്പോയ ഒരാടുണ്ട് ഞങ്ങളിലൂടെ കൂട്ടത്തിൽ, തരട്ടെ. തന്നു. ആ ആടിറങ്ങി ഏറ്റുവാങ്ങുന്നു. ആ ആടിന്റെ അവിട്ടിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്യം ചൊല്ലി കറക്കുന്നു. പാലതിൽ നിന്ന് ഒഴുകുന്നു. രണ്ടാളും പാത്രത്തിൽ പാലെടുത്ത് കുടിക്കുന്നു. ആ ഇടയൻ അത്ഭുതപ്പെടുകയാണ്. ആരാണിത്? ഇവരേതാണ്? ഇവരാരാണ്? പിറ്റേന്ന് അവർ മക്കയിൽ വരുന്നു. മക്കയിലെത്തിയപ്പോൾ ആരോ പറഞ്ഞു, അത്ഭുതങ്ങൾ കാണിക്കുന്ന, മനുഷ്യർക്ക് ഗുണം ചെയ്യുന്ന, സേവനങ്ങൾ ചെയ്യുന്ന, സമാധാനത്തിന്റെ സന്ദേശവുമായി അറേബ്യയിൽ ഇപ്പോൾ വന്നിട്ടുള്ള ഒരു പ്രവാചകനുണ്ട്. ആ പ്രവാചകനാവാനാണ് സാധ്യത. നേരെ അങ്ങോട്ട് കയറി ചെല്ലുമ്പോ മക്കയിലതാ കഅബ ശരീഫിന്റെ സമീപത്ത് അദ്ദേഹം നിൽക്കുന്നു. കൂടെ അബൂബക്കർ സിദ്ദീഖാണ്. ആ 2 വ്യക്തികളുടെ അടുക്കലേക്ക് ചെന്ന ഈ ഇടയന്റെ പേർ ഇബ്നു ഉമ്മു അബ്ദ് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. നമ്മൾ ബന്ധപ്പെടണം. നമ്മൾ നല്ലവരിലേക്ക് അടുക്കണം. അടുക്കുമ്പോഴേ നമുക്ക് ഗുണമുണ്ടാവുകയുള്ളൂ. ആ ബസ് യാത്രയിൽ ബസ്സിലിരിക്കുന്ന 2 ആളുകൾ മിണ്ടാതെ സംസാരിക്കാതെ കുറേ ദൂരം സഞ്ചരിച്ചു. 3 മണിക്കൂർ യാത്ര കഴിഞ്ഞപ്പോൾ ആ ബസ് ഒരു അപകടത്തിൽ കുടുങ്ങുകയാണ്. ഒരു വലിയൊരു കൊല്ലിയിലേക്ക് മറിഞ്ഞ് എല്ലാവരും ആശുപത്രിയിലെത്തി. അങ്ങനെ ഈ 2 ഞാനും മിണ്ടണ്ട എന്ന് പറഞ്ഞ ഈ 2 ആളും ആശുപത്രിയിലെത്തുകയാണ്. ഒരാൾക്ക് കാലും കയ്യും പൊട്ടിയിട്ടുണ്ട്, മറ്റേയാൾക്ക് തോളെല്ലാം ഒടിഞ്ഞിട്ടുണ്ട്. അവർ 2 ആളും അടുത്തടുത്ത ബെഡിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ മറ്റേ ആളോട് ചോദിക്കുന്നു, സുഹൃത്തെ, നിങ്ങൾ എവിടെയോ കണ്ടൊരു പരിചയമുണ്ടല്ലോ. എവിടെയാണെന്ന് മനസ്സിലാകുന്നില്ല. എവിടെയോ നിങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട്. മറ്റേ ആൾ കുറെ തർക്കിച്ചു നോക്കിയതിനു ശേഷം പറഞ്ഞു, നിങ്ങളെ ഞാനും എവിടെയോ കണ്ടിട്ടുണ്ട്. എവിടെയാണെന്ന് മനസ്സിലാകുന്നില്ലല്ലോ. എവിടെയാ? മെമ്മറിയിൽ ആകെപ്പാടെ പാസ്വേഡ് ഇട്ട് കറക്കിയിട്ട് യാതൊരു വിവരവും കിട്ടുന്നില്ല. അവസാനം പറഞ്ഞു, നിങ്ങൾ ആ ബസ്സിലുണ്ടായിരുന്നോ? ആ മറിഞ്ഞ ബസ്സിൽ? മറ്റേ ആള് പറഞ്ഞു, അവിടെ നമ്മൾ 2 ഒരു സീറ്റിലായിരുന്നല്ലേ ഇരുന്നത്. ആ സമയത്ത് മിണ്ടാൻ കഴിയാത്ത ആളുകൾ, പരിചയപ്പെട്ടിട്ടില്ലാത്തവർ ഈ ആശുപത്രിയുടെ ബെഡിൽ വെച്ച് പരിചയപ്പെടുന്നു. ആ പരിചയം ബന്ധമായി മാറുന്നു. ആ ബന്ധം അവരുടെ വളർച്ചയുടെ തുടക്കമായി മാറുന്നു. ഖുർആൻ പറയുന്നു, ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. ടു ഇൻട്രൊഡ്യൂസ്, പരിചയപ്പെടുത്തുക. അതിന്റെ ഒരു കഴിവ് മനുഷ്യന് ദൈവം നൽകിയിട്ടുണ്ട്. ആരെ കഴിവ് ഉപയോഗപ്പെടുത്തിയോ അവർ ഭാഗ്യവാന്മാരാണ്.
ഞാൻ ഇന്ന ആളാണ്, നിങ്ങൾ ആരാണ് പരിചയപ്പെടുത്തുക, വിസിറ്റിംഗ് കാർഡ് കൈമാറുക, ടെലിഫോൺ നമ്പർ കൈമാറുക. പക്ഷെ എല്ലാവർക്കും പേടിയാണ്. ടെലിഫോൺ നമ്പർ കൈമാറിയാൽ നമുക്ക് വല്ല ഒപ്പിക്കുമോ? എല്ലാവരും പേടിയാണ്, എല്ലാവരും പേടിക്കുകയാണ്. സന്തോഷിക്കുന്നതിനേക്കാൾ കൂടുതൽ മനുഷ്യന്റെ ഹൃദയത്തിൽ ഭയം വരികയാണ്. ആ ഭയപ്പാടുകളില്ലാതെ എല്ലാവരെയും വിശ്വസിച്ചു കൊള്ളുക. ഭാര്യയെ പറ്റി വിശ്വാസമില്ലാത്ത ആളുകൾ, ഭാര്യയെ പറ്റി വിശ്വാസമില്ലാത്തതിന്റെ പേരിൽ ഭാര്യയോട് സത്യങ്ങൾ തുറന്നു പറയാത്ത ഭർത്താക്കന്മാരുണ്ട്. ഭർത്താവിന് വിശ്വാസമില്ലാത്ത ഭാര്യമാരുണ്ട്. ഒറ്റ ദിവസം ഭർത്താവ് വീട്ടിൽ വരാൻ വൈകിയാൽ ഭാര്യ പറയും, എവിടെയാ പോയതെന്ന് അറിയില്ല. ഒരു ജാതി ജീവിതമാണ്. ഭാര്യയെ പറ്റി ഭർത്താവും അതേ രൂപത്തിൽ പറയാൻ തുടങ്ങിയാൽ എല്ലാ വിശ്വാസവും തകർന്നു പോകും. ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. പരിചയപ്പെടുത്താനുള്ള കഴിവ് അല്ലാഹു മനുഷ്യന് നൽകിയ കഴിവാണ്. വേറെ മൃഗങ്ങൾക്ക് ആ കഴിവില്ല. ആ കഴിവ് നമ്മൾ ഉപയോഗപ്പെടുത്തണം. എന്നിട്ട് പരിചയപ്പെടുത്തി മറ്റുള്ളവരിലേക്ക് മെല്ലെ കയറിച്ചെന്ന് നല്ല നല്ല ആളുകളുമായി ബന്ധപ്പെടണം. നല്ല വ്യക്തികൾ എവിടെയുണ്ടെന്ന് അന്വേഷിക്കണം. ആ അന്വേഷണത്തിൽ സുബ്ഹാനല്ലാഹ് ഒരു മനുഷ്യനായി ജീവിക്കാൻ നാം തീരുമാനിക്കണം. ആ തീരുമാനത്തിൽ മനുഷ്യനായി ജീവിക്കാൻ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? ഒന്നാമതായി ഞാൻ പറയുന്നു, നമ്മൾ നമ്മെപ്പറ്റി ആലോചിക്കുന്നതിന് മുൻപ് നമ്മുടെ സുഹൃത്തിനെ പറ്റി ചിന്തിക്കുകയും ആ സുഹൃത്തിന്റെ നെറ്റിയിലുള്ള ഒരു പ്രത്യേകമായ ബോർഡ് വായിക്കാൻ നമുക്ക് കഴിയുകയും വേണം. സുബ്ഹാനല്ലാഹ്, ഈ പ്രസംഗിക്കുന്നതിന്റെ നെറ്റിത്തടത്തിലൊരു ബോർഡുണ്ട്, നിങ്ങളെ നെറ്റിയിൽ വേറൊരു ബോർഡുണ്ട്. ആ ബോർഡ് ഏതാണ്? ഇന്നു നീ, നാളെ ഞാൻ. വളരെ പാവപ്പെട്ട ഒരു സഹോദരനെ കാണുമ്പോൾ, അവൻ പാത്രവുമായി യാചിക്കാൻ വേണ്ടി നമ്മളെ വീട്ടിൽ വരുമ്പോൾ, നമ്മളെ കടയുടെ മുൻപിൽ വരുമ്പോൾ, നമ്മളൊരു നല്ല മനുഷ്യനാകേണമെങ്കിൽ നമ്മൾ അഹങ്കരിക്കരുത്. ആ കടന്നു വന്ന മനുഷ്യന്റെ നെറ്റിയിലുള്ള ബോർഡ് വായിക്കണം. എന്താണ് ആ ബോർഡ്? ഇന്ന് ഞാനാണ് ഭിക്ഷാപാത്രവുമായി നിന്റെ വീട്ടിന്റെ മുൻപിൽ വന്നതെങ്കിൽ നാളെ എന്റെ വീട്ടിന്റെ മുൻപിൽ നീ ഭിക്ഷാപാത്രവുമായി വരാൻ പ്രയാസമില്ല. മലപ്പുറം ജില്ലയിലതാ ഒരു കഥ, ഒരാൾ പറഞ്ഞ കഥയാണ്. വളരെ പാവപ്പെട്ട ഒരു കുടുംബം. ആ കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളും തൊട്ടടുത്ത വീട്ടിൽ കാറ് കഴുകുന്നു, അവരുടെ പാത്രം കഴുകുന്നു, അവരുടെ വീട് തൂത്തുവാരുന്നു. അങ്ങനെയാണ് ആ കുടുംബത്തിന്റെ ജീവിതം. ഈ വീട്ടുകാർ ജീവിക്കുന്ന ആ വീട്ടുകാരെ കൊണ്ടാണ്. കൊല്ലങ്ങൾ പലത് കഴിഞ്ഞു. ഈ പാവപ്പെട്ട കുടുംബത്തിൽപ്പെട്ട ഒരാൾക്ക് ഗൾഫിലേക്കൊരു വിസ റെഡിയായി. അദ്ദേഹം അവിടെ ജോലി ലഭിച്ചു. ആ പാവപ്പെട്ട കുടുംബത്തിലെ 5 അംഗങ്ങളും ഗൾഫിൽ ജോലിയുള്ളവരായി മാറി. അവർ വലിയ മുതലാളിമാരായി. അവർ വലിയ വീടുണ്ടാക്കി. ആ വീടുണ്ടാക്കി താമസിക്കുമ്പോൾ ഇപ്പൊ ഇവരെ വീട്ടിലെ കാറിന്റെ ഡ്രൈവർ ആരാന്നറിയാമോ? നേരത്തെ ഇവരെ തൊട്ടടുത്തുണ്ടായിരുന്ന ആ വലിയ മുതലാളിമാർ. ആ മുതലാളി 70 വയസ്സുള്ള പ്രായമുള്ള ആൾ. ഇന്ന് ഇവരെ പാവപ്പെട്ടവർ ഗൾഫിൽ പോയി മുതലാളിയായതിനു ശേഷം അവരെടുത്ത കാറിന്റെ ഡ്രൈവറാണ്. ഇത് മനുഷ്യനാണ് എങ്കിൽ മനുഷ്യൻ ചിന്തിക്കേണ്ടത് പണത്തിന്റെ പേരിലല്ല മനുഷ്യനെ അളക്കേണ്ടത്, മറിച്ച് മൂല്യങ്ങൾ നോക്കിയിട്ടാണ് മനുഷ്യനെ അളക്കേണ്ടത്. ഈ ഒരു ചിന്തയിലേക്ക് കടന്നു വന്നാലേ നമുക്ക് വിജയിക്കാൻ കഴിയുകയുള്ളൂ. ബഹുമാനപ്പെട്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറേബ്യയിൽ ഇസ്ലാമിന്റെ പ്രചരണവുമായി കടന്നു വന്നപ്പോൾ കഴുകാത്ത, കുളിക്കാത്ത, പലപ്പോഴും വൃത്തിയില്ലാത്ത, ജീവിക്കുവാൻ മാർഗങ്ങളില്ലാത്ത 3 വ്യക്തികൾ അറേബ്യയിൽ ഉണ്ടായിരുന്നു. ഒന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് അമ്മാർ, പിന്നെ ഒന്ന് യാസിർ. ഈ 3 ആളുകൾ സാമ്പത്തികമായി കഴിവ് കുറഞ്ഞവരാണ്, വൃത്തിയില്ലാത്തവരാണ്, എല്ലാ ദിവസവും തുണിയും കുപ്പായൊന്നും കഴുകാനൊന്നും കഴിയാത്തവരാണ്. ആ പാവപ്പെട്ട 3 ആളുകളുടെ കൂട്ടത്തിൽ അവരിരിക്കുന്ന സദസ്സിൽ മുഹമ്മദ് നബി ചെന്നിരിക്കുന്നു. യതീം കുട്ടികൾ ഉള്ള സദസ്സിലേക്ക് ചില മുതലാളിമാർക്ക് പോകാൻ മടിയാണ്. കാരണം അവര് വാപ്പമാരില്ലാത്തവരായതുകൊണ്ട് വൃത്തിയില്ല. അതുകൊണ്ട് അവരെ സദസ്സിലൊന്ന് പോയാൽ സ്റ്റാൻഡേർഡിന് കുറവാണെന്ന് കരുതുന്നവരുണ്ട്. മുതലാളിമാർ ചിന്തിക്കണം,
അള്ളാഹുവിന്റെ കയ്യിലുള്ള ഏറ്റവും വലിയ ഖജനാവ്. ആ ഖജനാവ് വളരെ വലുതാണ്. ആ പാവപ്പെട്ടവന് അനുഗ്രഹം നൽകാൻ പടച്ചവന് യാതൊരു പ്രയാസവുമില്ല. നമ്മളെ കയ്യിലുള്ള പണം എടുത്തു കളയാനും റബ്ബിന് പ്രയാസമില്ല. അമ്മാറിന്റെയും യാസിറിന്റെയും ബിലാലിന്റെയും സദസ്സിൽ പ്രവാചകൻ പോയപ്പോൾ അബൂജഹൽ പറഞ്ഞു, മുഹമ്മദെ അവിടുന്ന് മാറൂ, അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നാൽ ഞങ്ങൾ നിന്റെ കൂടെ കൂടാ. വലാ തത്റുദില്ലദീന യദഊന റബ്ബഹും, ഓ നബിയേ, പാവപ്പെട്ട ആളുകളുടെ ക്യാമ്പിൽ നിന്ന് ഒരിക്കലും നിങ്ങൾ ഇങ്ങോട്ട് മാറാൻ പാടില്ല. പാവപ്പെട്ടവരെ നിങ്ങൾ ഒരിക്കലും അകറ്റാൻ പാടില്ല. സാമ്പത്തികമായി കഴിവുണ്ടോ ഇല്ലേ എന്ന അളവുകോലാണ് ക്യാപിറ്റലിസവും ഫ്യൂഡലിസവും ലോകത്ത് വിഭാവനം ചെയ്യുന്നത്. ഇസ്ലാമാകട്ടെ സോഷ്യലിസത്തിന്റെ, അതുപോലെ ലോകത്ത് നിലനിൽക്കുന്ന ജനാധിപത്യത്തിന്റെ ഉയർന്ന മൂല്യങ്ങളിൽപ്പെട്ട ഒരു മൂല്യം. പണം കൊണ്ടല്ല മനുഷ്യനെ അളക്കേണ്ടത്. ജനാധിപത്യത്തിന്റെ കുറെ വശങ്ങൾ, അതുപോലെ സോഷ്യലിസത്തിന്റെ കുറെ വശങ്ങൾ എവിടെയും നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ കഴിയും. ഇസ്ലാം പറയുന്നു, നല്ല മനുഷ്യനെ അളക്കേണ്ടത് സമ്പത്ത് കൊണ്ട് അല്ല. നല്ല മനുഷ്യനെ അളക്കേണ്ടത് എന്തുകൊണ്ട് അയാളെ അളക്കണം? അയാളൊരു സൃഷ്ടിയാകുന്നു, ദൈവത്തിന്റെ ഒരു പടപ്പാകുന്നു എന്ന നിലയിൽ മനുഷ്യനെ മനുഷ്യനായി കാണാൻ നമുക്ക് കഴിയണം. വൈൻ അഹദുൻ മിനൽ മുശ്രികീന ഇസ്തജാറക ഫഅദിർഹു ഹത്താ യസ്മഅ കലാമല്ലാഹ്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, നല്ല മനുഷ്യൻ മുസ്ലിയാരായതുകൊണ്ട് നന്നായി, ഇനിയൊന്നും നോക്കേണ്ടതില്ല. തങ്ങളായതുകൊണ്ടൊക്കെയായി, ഇനിയൊന്നും നോക്കേണ്ടതില്ല. ഫൈസി ആയതുകൊണ്ടൊക്കെ പൂർത്തിയായി, സഖാഫി ആയതുകൊണ്ടൊക്കെ പൂർത്തിയായി എന്നൊന്നും ആരും വിചാരിക്കാൻ പാടില്ല. പാണ്ഡിത്യത്തോടൊപ്പം മുഹമ്മദ് നബിന്റെ കുടുംബ പരമ്പരയിലെ മഹിമയോടൊപ്പം നമ്മളെ സ്വഭാവം നന്നാവണം, നമ്മളെ ജീവിതം നന്നാകണം, നമ്മളെ പ്രവർത്തനങ്ങൾ നന്നാവണം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നോക്കൂ, വഇൻ അഹദും മിനൽ മുശ്രികീന ഇസ്തജാറക, ഇസ്ലാമിന്റെ വിരോധികളിൽപ്പെട്ട ഒരു വിരോധി ഒരു മുസ്ലിം ക്യാമ്പിലേക്ക് വരികയാണ്. മുസ്ലിം ക്യാമ്പിലേക്ക് ഒരു ശത്രുക്കളിൽപ്പെട്ട ഒരാൾ കയറി വരികയാണ്. വന്നിട്ട് പറയുന്നു, ദയവായി ഞാൻ ആകെ ഭയപ്പാടിലാണ്, ആകെ ബേജാറിലാണ്, എനിക്കൊരു ചെറിയ അഭയം നിങ്ങൾ തരുമോ എന്ന് ഒരു അമുസ്ലിം ചോദിച്ചാൽ, നല്ല മനുഷ്യനാണെങ്കിൽ, നല്ല മുസ്ലിം ആണെങ്കിൽ അവന്റെ മറുപടി ഖുർആൻ പറയുന്നു, വഇന്നഹദും മിനൽ മുശ്രികീന ഇസ്തജാറക, നിന്റെ സമീപത്ത് ഒരു അമുസ്ലിം അഭയം ചോദിച്ചു വന്നാൽ, ഞാൻ ഈ പറയുന്നതിന്റെ അർത്ഥം ഗൾഫുകാരുള്ള വീട്ടിലേക്ക് ആരെങ്കിലും കയറി വരുമ്പോഴേക്ക് വാതിൽ തുറന്നു കൊടുക്കണം എന്നല്ല. ഒരമുസ്ലിം നിന്റെ വീട്ടിൽ അഭയം ചോദിച്ചു വന്നാൽ അഭയം നൽകണം ഖുർആൻ. മുസ്ലിം ആകട്ടെ അമുസ്ലിം ആവട്ടെ, ഒരു സ്ത്രീ മാത്രമുള്ള വീട്ടിൽ അഭയം ചോദിച്ചു വന്നാൽ ആ സ്ത്രീ ആർക്കും അഭയം നൽകരുത്. ഭർത്താവില്ലാത്ത വീട്ടിൽ അന്യപുരുഷന് അഭയം നൽകാൻ പാടില്ല. കോളിംഗ് ബെല്ല് അമർത്തുന്നു, ഇവിടെ ആളുണ്ടോ എന്ന് അന്വേഷിക്കുമ്പോൾ കതക് തുറക്കരുത്. ജനലഴിയിലൂടെ പുറത്തേക്ക് നോക്കുക, നോക്കിയിട്ട് മറുപടി പറയാ, ഇവിടെ ആളുകൾ ഇല്ല. കുറെ ചെരുപ്പ് വീട്ടിന്റെ മുൻപിൽ ഉണ്ടാകുന്നത് നല്ലതുമാണ്, കള്ളൻ വരാതിരിക്കാൻ. ആൾക്കൂട്ടം അകത്തുണ്ട് എന്ന് മനസ്സിലാക്കി അവൻ തിരിഞ്ഞു പോകാൻ. അങ്ങനെ ചെരുപ്പുകളൊന്നും പുറത്ത് കാണുന്നില്ല. ഒരാൾ വരുന്നു, ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുന്നു, ഇപ്പോൾ ഇവിടെ ഇല്ല, വൈകുന്നേരം എത്തും. അകത്ത് കയറ്റണ്ട, മുസ്ലിമിനെയും അമുസ്ലിമിനെയും ഒന്നും കയറ്റണ്ട. അവിടെ മതങ്ങൾക്കിടയിൽ വ്യത്യാസമൊന്നുമില്ല, അകത്ത് കയറ്റരുത്. കോളിംഗ് ബെൽ അമർത്തിയാൽ ജനലിന്റെ ഉള്ളിലൂടെ, വിൻഡോവിലൂടെ സംഭാഷണങ്ങളൊക്കെ നടത്തുക. എന്നാൽ പുരുഷ വീട്ടിലുണ്ട്, കടന്നു വരുന്നത് മുസ്ലിമായാലും അമുസ്ലിമായാലും അവൻ അഭയം ചോദിച്ചുകൊണ്ട് വരികയാണ്. അവന് അഭയം നൽകാം. സുബ്ഹാനല്ലാഹ്, ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ദർശനം ലോകത്ത് നടപ്പിലാക്കിയാൽ എന്തൊരു സന്തോഷമാണ് ഉമ്മമാരെ. സുമാമത്ത് ബിൻ ഉസാലിന്റെ കഥ നിങ്ങൾ ചരിത്രത്തിൽ കേട്ടിട്ടില്ലേ? ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ നിവേദനം ചെയ്ത സംഭവമാണ്. സുമാമത്ത് ബിൻ ഉസാൽ ആരാണ്? ആ സുമാമത്ത് പറയുന്നു, ഈ ലോകത്ത് എനിക്ക് ഏറ്റവും വെറുപ്പുള്ള മുഖം മുഹമ്മദ് നബിയുടെ മുഖമാണ്. ഈ ലോകത്ത് എനിക്ക് ഏറ്റവും വെറുപ്പുള്ള ഭാഷ അറബി ഭാഷയാണ്. ഈ ലോകത്ത് എനിക്ക് ഏറ്റവും വെറുപ്പുള്ള ജനത മുസ്ലിമീങ്ങളാണ്. അതുകൊണ്ട് ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗത്തു നിന്ന് മദീനയിലേക്ക് ഗോതമ്പ് കയറ്റിക്കൊണ്ട് വാഹനങ്ങൾ വന്നാൽ, ഒട്ടകങ്ങൾ വന്നാൽ,
ആ ഒട്ടകത്തെ ഞാൻ തടയും. മുഹമ്മദ് നബിക്കും മുഹമ്മദ് നബിന്റെ അനുയായികൾക്കും ഗോതമ്പ് ലഭിക്കരുത്. കാരണം ഗോതമ്പും ധാന്യവും കിട്ടിയാൽ ഇവര് വളരും, വികസിക്കും, രക്ഷപ്പെടും. അതുകൊണ്ട് ഗോതമ്പ് കൊണ്ടുവരുന്ന ഒട്ടകക്കൂട്ടങ്ങളെ വഴിയിൽ തടഞ്ഞു വെക്കാൻ തീരുമാനിച്ചു സുമാമത്ത് ബിനു ഉസാൽ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആരോ പറഞ്ഞു, യാ റസൂലല്ലാഹ്, സംഗതി ബേജാറാണ്, നമുക്ക് ഗോതമ്പ് വരുമ്പോൾ വഴിയിൽ തടയുകയാണ് സുമാമത്തിന്റെ ജോലി, അതുകൊണ്ട് അവനെ പിടിക്കണം. പിടിക്കാൻ പറ്റിയ ആൾ കുറെ ഉണ്ടല്ലോ അവിടെ. സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലത്തുള്ള ആളുകൾ അതിന് റെഡിയാണ്. പിടിച്ചു കൊണ്ടുവരാൻ വളരെ ഉഷാറാണ്. അധർമ്മം ചെയ്യുന്ന ആളുകളെ പിടികൂടണമല്ലോ. അധർമ്മം ചെയ്യുന്ന ആളുകളെ തടയുകയും നിയന്ത്രിക്കുകയും വേണം. പിടിച്ചു കൊണ്ടുവന്നു. അൽ ഹബീബ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മജ്ലിസിൽ സുമാമത്ത് വരികയാണ്. സുമാമത്ത് വന്നു. എന്താ സുമാമ കഥ? സുമാമ പറയുന്നു, മുഹമ്മദേ, ഈ ലോകത്ത് എനിക്ക് ഏറ്റവും വെറുപ്പ് തന്നോടാണ്. ഈ ലോകത്ത് ഏറ്റവും എനിക്ക് വെറുപ്പുള്ള ജനത നിന്റെ ജനതയാണ്. എനിക്ക് ഏറ്റവും വെറുപ്പുള്ള ഭാഷ നിന്റെ ഭാഷയാണ്. ഏറ്റവും വെറുപ്പുള്ള നാട് നിന്റെ നാടാണ്. അതുകൊണ്ട് ഞാൻ തടഞ്ഞത് ശരിയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിച്ചു ഈ മനുഷ്യനൊന്ന് സംസ്കരിക്കാൻ. എങ്ങനെയാണ് സംസ്കരിക്കൽ? നിർബന്ധിച്ചു മതം മാറ്റിയാൽ ഒരാളുടെയും മനസ്സിൽ നന്മ കൈവരികയില്ല. ആദർശങ്ങൾ അടിച്ചേൽപ്പിക്കാൻ പാടില്ല, ഭീഷണിപ്പെടുത്താൻ പാടില്ല. സുമാമത്ത് ബിനു ഉസാൽ എന്ന മനുഷ്യനെ മുഹമ്മദ് നബി മദീനയിലെ പള്ളിയുടെ ഒരു തൂണിന്റെ സമീപത്ത് അവിടെ നിർത്തുന്നു. തൂണിന്റെ സമീപത്ത് അവിടെ നിർത്തുന്നു മദീനയിൽ. എന്നിട്ട് സ്വഹാബാക്കളോട് പറയുന്നു, ഈ മനുഷ്യനെ 3 ദിവസം ഈ പള്ളിയുടെ സമീപത്ത് താമസിപ്പിക്കുക. ഒന്നാമത്തെ ദിവസം സുമാമത്തിനെ താമസിപ്പിച്ചു. 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ സഹീഹ് മുസ്ലിമിൽ പ്രവാചകൻ ചോദിക്കുന്നു, സുമാമ, നിന്റെ മനസ്സിൽ വല്ല മാറ്റവും വന്നിട്ടുണ്ടോ? കാരണം ഈ പള്ളിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ നേരിട്ട് നിനക്ക് മനസ്സിലായല്ലോ. 5 നേരത്തെ പ്രാർത്ഥന പള്ളിയിൽ നടക്കുന്നു. പാവപ്പെട്ടവർ ഈ പള്ളിയിൽ വരുന്നു. അവരാവശ്യങ്ങൾ മുഹമ്മദ് നബിയാകുന്ന ഞാൻ സാധിച്ചു കൊടുക്കുന്നു. ഇവിടെ വർഗീയതയില്ല, ഇവിടെ തീവ്രവാദമില്ല, ഇവിടെ അടിച്ചേൽപ്പിക്കലില്ല, ഇവിടെ ആരെയും ബുദ്ധിമുട്ടാക്കുന്ന ഒരു പരിപാടിയുമില്ല. നീ കാണുന്നുണ്ടല്ലോ, ഈ നിസ്കാരം നീ കാണുന്നുണ്ടല്ലോ. സുമാമത്ത് പറയുന്നു, മുഹമ്മദേ, നീ എന്നെ വിട്ടാൽ നീ മാന്യനാണ്. നീ എന്നെ കൊന്നാൽ നീ എന്നെ കൊലപ്പെടുത്തിയാൽ ഓരോ തുള്ളിച്ചോരക്കും പകരം ഞാൻ ചോദിക്കും. എനിക്ക് കുടുംബമുണ്ടെന്ന് നീ ഓർക്കണം. എന്റെ കുടുംബത്തിൽ കുറെ ആളുകളുണ്ട്, അവര് വന്ന് നിന്നെ കൊല്ലും, പകരം ചോദിക്കും. അതുകൊണ്ട് മാന്യമായിട്ട് എന്നെ വിടലാണ് നിനക്ക് നല്ലത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനെ 24 മണിക്കൂർ കൂടി അവിടെ താമസിപ്പിച്ചു. അങ്ങനെ 72 മണിക്കൂർ താമസിപ്പിക്കുന്നു. ആ ഓരോ ദിവസവും പ്രവാചകൻ ചോദിക്കുന്നു, സുമാമ, നിന്റെ അഭിപ്രായം എന്താണ്? നിനക്ക് എന്നെ പറ്റിയുള്ള അഭിപ്രായം മാറിയോ? ഇമാം നവവി അദ്ദേഹത്തിന്റെ ആദാബു ഹമലത്തിൽ ഖുർആൻ എന്ന കിതാബിൽ രേഖപ്പെടുത്തിയത് കാണാം. وَإِنْ أَحَدٌ مِنَ الْمُشْرِكِينَ اسْتَجَارَكَ فَأَجِرْهُ حَتَّى يَسْمَعَ كَلَامَ اللَّهِ. ഇസ്ലാം മതം ഉണ്ടാക്കൽ അങ്ങനെയാണ്. ഇസ്ലാം മതം പ്രചരിപ്പിക്കാനുള്ള വഴി ഏതാണ്? ആ വഴി നമ്മുടെ നല്ല ശീലങ്ങൾ മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക, പ്രബോധനം ചെയ്യുക. അതാണ് കൊടുങ്ങല്ലൂര് ചേരമാൻ പെരുമാൾ. ഇവിടെ ഈ തൃശൂർ ജില്ലയുടെ കൊടുങ്ങല്ലൂരിൽ സ്വഹാബിമാർ വന്നു. പായക്കപ്പലിലൂടെ സ്വഹാബിമാർ വന്നു. ആ സ്വഹാബിമാർ വന്ന് പ്രചരിപ്പിച്ച മതം ഇവിടെയുള്ള മറ്റു മതക്കാർ സ്വീകരിക്കാനുള്ള കാരണം മുസ്ലിമീങ്ങളുടെ സ്വഭാവശുദ്ധിയാണ്. ആദ്യമായി വന്നിറങ്ങിയ കപ്പൽ വന്നിറങ്ങിയ സ്വഹാബി, ആ സ്വഹാബി ക്ഷീണിച്ച് അവശനായി നിൽക്കുമ്പോൾ അപ്പു എന്ന സഹോദരൻ അതാ ഇളനീരുമായി വരുന്നു. ആ ഇളനീര് വെട്ടിയിട്ട് ആ അപ്പു അതാ കടന്നു വന്ന സ്വഹാബിക്ക് കൊടുക്കുമ്പോൾ ആ സ്വഹാബി ചോദിക്കുന്നു അപ്പുവിനോട്, ഇത് നിങ്ങളുടെ പറമ്പിൽ നിന്നുള്ളതാണോ ഈ ഇളനീർ? അല്ല, ഞമ്മളെ സ്വീകരിക്കാൻ വേണ്ടി തിരക്കിട്ട് എവിടുന്നെങ്കിലും വെട്ടിക്കൊണ്ടുവന്നതാണോ? അപ്പുവിന്റെ മറുപടി, ഇത് എന്റേതാണ്, നിങ്ങൾക്ക് ഞാൻ ഇഷ്ടപ്പെട്ടു തരികയാണ്. ആ ഉറച്ച ചോദ്യത്തിലൂടെ അപ്പു മനസ്സിലാക്കുന്നു, മറ്റുള്ളവരുടെ യാതൊന്നും എടുക്കാത്ത, മോഷണം ചെയ്യാത്ത,
ഒരു സാധനം വെറുതെ കിട്ടിയാൽ അതിന്റെ വിശദീകരണങ്ങൾ അന്വേഷിക്കുന്ന നല്ല സ്വഭാവമാണ്, നല്ല ശീലമാണ് മുസ്ലിമീങ്ങൾക്കുള്ളത്. അതുകൊണ്ട് ഈ കൊണ്ടുവന്ന മതം എനിക്ക് സ്വീകരിച്ചാൽ എനിക്ക് ഉപകാരമാണ്. ബുശ്റാ ലനാ മഅശറൽ ഇസ്ലാമി ഇന്നലനാ മിനൽ ഇനായത്തി റുക്നൻ ഗൈറ മുൻഹദിമി ലം യംതഹിന്നാ ബിമാ തയല്ലു ഖുലുബിഹി ഇർസൻ അലൈനാ ഫലം നർതബ് വലം നഹിമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ. അതാണ് ഇസ്ലാമിക പ്രബോധനത്തിന്റെ സ്വഭാവം. സുമാമത്ത് ബിൻ ഉസാൽ 3 ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, മുഹമ്മദേ, നീ എന്നെ വിട്ടാൽ നീ മാന്യനാണ്, നിനക്ക് വരുന്ന ഗോതമ്പ് ഞാൻ തടഞ്ഞു വെച്ചിട്ടുണ്ട്, ശരിയാണ്. അത് ഇനിയൊന്നും സംഭവിച്ചുകൂടായികൊന്നുമില്ല. കാരണം എന്റെ മനസ്സിൽ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്നെ വിട്ടാൽ മാന്യനാണ്. എന്നെ കൊന്നാലോ നിനക്കൊരു പക്ഷേ തോന്നും എന്നെ കൊല്ലാനൊക്കെ. കാരണം എന്റെ കൂടെ ഉമറും അബൂബക്കറും ഇവിടൊക്കെ എല്ലാവരും കൂടെ ഉൾക്കൊള്ളുന്ന മദീനയിലെ ഈ ടീമിന് തോന്നും എന്നെ കൊല്ലാൻ. കൊന്നാൽ പകരം ചോദിക്കും. അവസാനം സ്വഹാബത്തിനോട് നബിതങ്ങൾ പറയുന്നു, സ്വഹാബിമാരെ, ഈ മനുഷ്യനെ നാം വിടുക. സുമാമത്തിനെ അതാ വിടുന്നു. പള്ളിയിൽ നിന്ന് സുമാമത്ത് അതാ പുറത്തിറങ്ങി പോവുകയാണ്. കുറെ അങ്ങ് നടന്നെത്തിയപ്പോൾ സുമാമത്ത് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുകയാണ്. വല്ലാത്തൊരു സ്വഭാവമാണല്ലോ മുഹമ്മദ് നബിയിൽ കണ്ടത്. ഒരു കുറ്റവും ഒരു തെറ്റും അദ്ദേഹത്തിൽ കാണാനില്ലല്ലോ. അദ്ദേഹം പറയുന്ന പ്രാർത്ഥനകളും അദ്ദേഹം ചൊല്ലുന്ന ഖുർആനും അതൊരിക്കലും തന്നെ മറ്റൊരു മതത്തെ വേദനിപ്പിക്കുന്നതല്ല. പള്ളിയിൽ നടക്കുന്ന നിസ്കാരം, ആ നിസ്കാരത്തിന്റെ അർത്ഥം ഞങ്ങൾക്ക് കാരുണ്യം തരണമേ എന്ന പ്രാർത്ഥനയാണ് നിസ്കാരം. ആ നല്ല മതത്തിന്റെ അനുയായിയെ ഗോതമ്പ് തടഞ്ഞു വെച്ച് ഉപദ്രവിച്ചതിന്റെ പേരിൽ എന്നെ പിടിച്ചു കൊണ്ടുപോയിട്ട് എന്നെ തല്ലാതെ കൊല്ലാതെ വെറുതെ വിട്ട മുഹമ്മദ് ഒരു സാധാരണ മനുഷ്യനല്ല. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്നക റസൂലുള്ളാഹ്. സുമാമത്ത് ബിൻ ഉസാൽ ഇസ്ലാമിലേക്ക് വരികയാണ്. സുഹൃത്തുക്കളെ, വാശിയുടെ പേരിൽ, വിദ്വേഷത്തിന്റെ പേരിൽ മറ്റു മതസമുദായങ്ങളെ അകറ്റി നിർത്തേണ്ടവരല്ല. നല്ല മനുഷ്യൻ ആകണമെങ്കിൽ ആ മനുഷ്യൻ ഉൾക്കൊള്ളേണ്ട സ്വഭാവം ഇതാ നെരിയാണിക്ക് താഴെ തുണി ഉടുത്ത കൊൻപം മീശയുള്ള വളരെ മോശമായ പ്രകൃതത്തോടുകൂടി ഒരാൾ മുഹമ്മദ് നബിയുടെ മജ്‌ലിസിലേക്ക് കടന്നു വരികയാണ്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ പള്ളിയിലേക്ക്, നമ്മൾ നോമ്പ് തുറക്കുന്ന മജ്‌ലിസിലേക്ക്, നമ്മൾ ഏതെങ്കിലും ഒരു ദിക്റിന്റെ വേദിയിലേക്ക് ഈ സ്വഭാവത്തിലുള്ള ആൾ കയറി വരാൻ പലപ്പോഴും ധൈര്യപ്പെടൂല. അയാൾ വയലേക്കാൻ തന്നെ വരൂല. എന്താണ്, ഞാനില്ല, അത് ശരിയാല് നമുക്ക് പറ്റൂല. ഈ വയല് പ്രഭാഷണം എന്നൊക്കെ പറഞ്ഞാല് അത് പറയാ ഉസ്താദന്മാര് പറയാ, ഉസ്താദന്മാരെ സ്വന്തം ആൾക്കാർ കേൾക്കുക. നമ്മളൊന്നും അതിന് പോകേണ്ട ആളുകളല്ല. പോയാൽ എല്ലാവരോടും കൂടിയിട്ട് ബേജാറാക്കും. ഞാനുമില്ല, നിങ്ങളാ? ഞാനുമില്ല. കാരണം ഞാനിന്ന് നോമ്പ് തന്നെ നോറ്റിട്ടില്ല, പിന്നെ എങ്ങനെ ഞാനവിടെ പോയിരിക്കും? അങ്ങനെ എല്ലാരെയും അകറ്റുന്നതിന് പകരം നോമ്പ് നോൽക്കാത്തവനെ നോമ്പ് തുറക്കാൻ വിളിക്കണം. നോമ്പ് തീരെ നോൽക്കാത്തവനെ നോമ്പ് തുറപ്പിക്കണം. അവനെ നമ്മളെ വീട്ടിലേക്ക് ക്ഷണിക്കണം. എന്നിട്ട് നല്ല വിഭവ സമൃദ്ധമായ ആഹാരങ്ങൾ നൽകണം. ആ ആഹാരങ്ങൾ നൽകിയ സദസ്സിൽ വെച്ച് അവിടെ ഒരു ഗുരു പ്രാർത്ഥിക്കണം, ഒരു പണ്ഡിതൻ പ്രാർത്ഥിക്കണം. ഈ സദസ്സിൽ നോമ്പുള്ള ഭക്തിയുള്ള ധാരാളം ആളുകൾ ഉണ്ട്. നമ്മളോട് സ്നേഹമുള്ളതിന്റെ പേരിൽ അല്ലാത്ത പല സുഹൃത്തുക്കളെയും നാം ക്ഷണിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണമേ എന്ന പ്രാർത്ഥന. ആ പ്രാർത്ഥന കേൾക്കുമ്പോൾ ആ നോമ്പ് നോൽക്കാത്ത മനുഷ്യൻ ആ പ്രാർത്ഥനയിൽ ആകൃഷ്ടനാവുകയും അയാളെ എല്ലാ ദിവസവും നാട്ടുകാർ നോമ്പ് തുറക്കാൻ ക്ഷണിക്കാൻ തുടങ്ങിയാൽ അയാളെ വീട്ടിൽ വെച്ച് അയാൾ പറയും, ഭാര്യയോട് പറയും, പിന്നെ ഉസ്താദ് നോമ്പ് തുറക്കാൻ ചെല്ലാൻ എന്നെ വിളിച്ചിട്ടുണ്ട്. നാളെ ഉസ്താദിന്റെ വീട്ടിലാണ്, മറ്റന്നാൾ ഹാജി സാഹിബിന്റെ വീട്ടിലാണ്. അങ്ങനെ 10 ദിവസം കൊണ്ട് എണ്ണിയപ്പോൾ ഭാര്യ ചോദിച്ചു, അപ്പൊ നിങ്ങളെ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ? എന്നെ വളരെ ഇഷ്ടമാണ്. ഉസ്താദ് എന്നെ ചുമലിൽ കൈവച്ചിട്ടാണ് പ്രത്യേകം ക്ഷണിച്ചത്. ഹാജി സാഹിബ് എന്നെ വിളിച്ചത് വലിയ VIP-കളോടൊപ്പമുള്ള വേദിയിലേക്കാണ്. അതുകൊണ്ട് പെണ്ണെ, ഞാൻ നാളെ മുതൽക്ക് നോമ്പ് നോൽക്കുകയാണ്, നീ ഒന്ന് സഹകരിച്ചു തരണം. അയാൾ ആ ഒരൊറ്റ ക്ഷണത്തിന്റെ പേരിൽ, ക്ഷണം ഭക്ഷണം തമ്മിൽ വളരെ ബന്ധമുണ്ട്. ഒന്നിൽ ക്ഷണമാണ്, മറ്റേതിൽ ഭക്ഷണമാണ്. അത് വല്ലാത്തൊരു പദമാണ്.
അതുണ്ടെങ്കിലേ ക്ഷണത്തിന് ഭംഗിയുള്ളൂ. ആ ക്ഷണവും ഭക്ഷണവുമുള്ള ആ വേദിയിലേക്ക് അദ്ദേഹം വരാൻ തുടങ്ങിയപ്പോൾ കുടുംബത്തിലാകെ മാറ്റം വന്നു. സുഹൃത്തുക്കൾ മനസ്സിലാക്കണം, മനുഷ്യന് അള്ളാഹു നൽകിയിട്ടുള്ള പല കഴിവുകളിൽ ഒരു കഴിവാണ് അൽ ബയാൻ, ഇൻട്രൊഡ്യൂസിങ്, പരിചയപ്പെടുത്തൽ. ആ കഴിവ് ഉപയോഗപ്പെടുത്തി നാവുകൊണ്ട് പരമാവധി നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാൻ കഴിയണം. സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കണം, ഈ റമദാനിൽ വലിയ ഗുണങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇത് വലിയ ഏതാണെന്നറിയോ? അള്ളാഹു നൽകിയ നാവ. ആ നാവ് ഖൈറിന്റെ വിഷയത്തിൽ ഉപയോഗപ്പെടുത്തുക. ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയട്ടെ. ഒരു ഉസ്താദ്, ഒരു വലിയ പണ്ഡിതൻ, ആ പണ്ഡിതനൊരു ദിവസം റോട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ബസ് കിട്ടാതെ വളരെ പ്രയാസപ്പെട്ടു. വരുന്ന വാഹനത്തിനൊക്കെ കൈ കാണിച്ചു. രാത്രി സമയമാണ്. ഓരോ ബസ്സിനും കൈ കാണിക്കും, ബസ് നിർത്താതെ അങ്ങനെ പോവുകയാണ്. അവസാനം ലോറിക്ക് കൈ കാണിച്ചു. ലോറിയും നിർത്തുന്നില്ല. ഇപ്പോ തലക്കെട്ടുന്നുള്ള ആളുകൾ ലോറിയിലും കയറ്റൂല. ഇത് വളരെ മുമ്പാണ്, ഒരു 10-20 കൊല്ലം മുമ്പാണ്. ഉസ്താദ് ഇങ്ങനെ കൈ കാണിച്ചു. ലോറിയുടെ ഡ്രൈവർ, അയാളുടെ ആ ദയ കൊണ്ട് അയാൾ ലോറി നിർത്തുന്നു. നിർത്തിയപ്പോ ആ ലോറിയുടെ ഡ്രൈവർ ചിന്തിച്ചു, ഇതൊരു നല്ല മനുഷ്യനാണ്, നല്ല മനുഷ്യന്റെ മുഖത്ത് വെളിച്ചമുണ്ട്, നല്ല മനുഷ്യന് ഗുണം ചെയ്യാൻ മറ്റുള്ള ആളുകൾക്ക് തോന്നുന്നു. ആ നല്ല മുഖം, വെളിച്ചമുള്ള മുഖം അള്ളാഹു ഈ മാസത്തിന്റെ ഹക്ക് കൊണ്ട് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. കൽബ് പോലെ മുഖത്തും അള്ളാഹു വെളിച്ചം തരട്ടെ. മുഖത്തുള്ള വെളിച്ചം കൽബിലും അള്ളാഹു തരട്ടെ. ആ വെളിച്ചമുള്ള മുഖത്തോടുകൂടി അള്ളാഹു നമ്മെ മരിപ്പിക്കട്ടെ. ആ വെളിച്ചമുള്ള മുഖത്തോടുകൂടി പരലോകത്ത് അള്ളാഹു നമ്മെ എത്തിക്കട്ടെ. നല്ലൊരു മനുഷ്യനാണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി. ബ്രേക്ക് ചവിട്ടുന്നു. ഉസ്താദ് ക്യാബിനറ്റിൽ കയറുന്നു. ഒരു ഭാഗത്ത് ഡ്രൈവർ, മറ്റേ ഭാഗത്ത് ഉസ്താദും. അങ്ങനെ വണ്ടി മെല്ലെ അങ്ങനെ പോവുക. കുറെ യാത്ര ചെയ്തപ്പോ ഉസ്താദിന് തോന്നി ഈ ഡ്രൈവറോട് എന്തെങ്കിലുമൊക്കെ ഒന്ന് മിണ്ടണമെന്ന്. പിന്നെ ഉസ്താദ് കരുതി ഒന്നും മിണ്ടണ്ട, കാരണം ഈ കുട്ടി നമുക്ക് ഇങ്ങനെ ഒരു ഗുണം ചെയ്തല്ലോ, ഇനി അയാളെ ശല്യപ്പെടുത്തണ്ട, സംസാരിച്ച് ശല്യപ്പെടുത്തണ്ട, ഒന്നും മിണ്ടിയില്ല. അതേ സമയത്ത് ഈ ഡ്രൈവർ ചിന്തിക്കുന്നു, ഇതേതോ വലിയൊരു മനുഷ്യനാണ്, എനിക്കാകെ നിധി കിട്ടിയതുപോലെ കിട്ടിയതാണ്, അദ്ദേഹത്തോടും മിണ്ടാൻ മാത്രമൊന്നും ഞാനില്ല, ഞാനൊരു സാധു, രാവിലെ മുതൽ ഈ ലോറിയായിട്ട് ഇങ്ങനെ കെട്ടിമറിഞ്ഞ് കൂടുകയാണ്, അതുകൊണ്ട് ഈ ഗുരുവിനെ നമ്മൾ ശല്യപ്പെടുത്തണ്ടെന്ന് അയാളും കരുതുന്നു. കുറെ മൈലുകൾ സഞ്ചരിച്ച് ഉസ്താദ് ഇറങ്ങേണ്ട സ്ഥലമെത്തിയപ്പോൾ ആ ഉസ്താദ് അതാ ഡ്രൈവറോട് പറയുന്നു, മോനെ നീ വണ്ടി ഇവിടെ ഒന്ന് നിർത്തണം. പ്രയോഗം മോനെ എന്ന പ്രയോഗം, യാ ബുനയ്യ. ഉസ്താദുമാർ ശിഷ്യന്മാരെ മോനെ എന്ന് വിളിക്കുന്നു, ബാപ്പമാർ മക്കളെ കുഞ്ഞെ എന്ന് വിളിക്കുന്നു, ജ്യേഷ്ഠന്മാർ അനുജന്മാരെ കുഞ്ഞെ എന്ന് വിളിക്കുന്നു, മൂത്തവർ താഴെയുള്ളവരെ മോനെ എന്ന് വിളിക്കുന്നത് അത് വളരെ നല്ല പ്രയോഗമാണ്. ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. നിന്റെ നാവ് അല്ലാഹു നിനക്ക് നൽകിയത് നല്ല പ്രയോഗങ്ങളും നല്ല വാക്കുകളും പറയാൻ വേണ്ടിയാണ്. കുരുത്തം കെട്ടോനെ എന്ന് വിളിക്കാൻ വേണ്ടിയല്ല ഈ നാവ് അല്ലാഹു നൽകിയത്. ചില വാപ്പമാരെ മക്കളെ വിളിക്കല്ലടാ ആമുക്കേൻ. അപ്പൊ കുട്ടികളിനെ മറുപടി പറയും, എന്താ വലിയ ആമുക്കേൻ? അത് ഉള്ളിലാ, പുറത്തു പറയൂല, പുറത്ത് പറയൂല, ഉള്ളില് അണ്ടർസ്റ്റുഡാണ്. കുവൈത്തിൽ പോയപ്പോ അവിടെ കുവൈത്തിൽ നിന്നൊരാള് ഭാര്യയ്ക്ക് കത്തെഴുതുകയാണ്. ആ കത്തിന്റെ വാചകങ്ങൾ അതിലെഴുതുന്നു, പ്രിയപ്പെട്ട എരുമച്ചി വായിച്ചറിയാൻ. ഞാനിത് കണ്ടപ്പോ ഞാൻ ചോദിച്ചു, എടേ ഇതെന്തായി എഴുതുന്നത്? ഭാര്യയെ പറ്റി എരുമച്ചിന്ന്, എന്താണ് ഇതൊക്കെ? ഞാൻ പറഞ്ഞു, ഈ കത്ത് അവിടെ കിട്ടിയാൽ അവൾ എഴുതുന്ന കത്തിലെ മറുപടിയുടെ വാചകം എങ്ങനെയായിരിക്കും എന്ന് അവനോട് ചോദിച്ചു. കുറെ മുമ്പാണ്, ഇപ്പൊ കത്തില്ല, ഇപ്പൊക്കെ ഈ ടെലിഫോണായി പോയല്ലോ. അപ്പൊ അത് നമ്മൾ വായിക്കണം, അത് നമ്മൾ സങ്കല്പിക്കണം. മോനെ ഇവിടെ നിർത്തൂ എന്ന് പറയുന്നു. വണ്ടി എവിടെ നിർത്തുന്നു? ആ ഡ്രൈവർ വണ്ടി നിർത്തിയപ്പോൾ ഉസ്താദ് അവിടെ ഇറങ്ങുകയാണ്. ആ ഇറങ്ങുന്ന സമയത്ത് ആ ഗുരു ആ ഡ്രൈവറുടെ ചുമലിൽ കൈവെക്കുന്നു. സമുദായത്തിൽ ധാരാളം ആളുകൾ ഉസ്താദന്മാരുടെ സ്പർശനം ആഗ്രഹിക്കുന്നവരുണ്ട്. സമുദായത്തിലെ ഒരുപാട് ആളുകൾ ഗുരുനാഥന്മാരുടെ നല്ല വാക്ക് കേൾക്കാൻ കാത്തു നിൽക്കുന്നവരുണ്ട്. ഗൾഫിലൊരു ദിവസം ഇങ്ങനെ സൗദി അറേബ്യയിൽ ഇങ്ങനെ കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്റെ കൂടെയുള്ള സഹോദരനും എന്റെ കൂടെയുണ്ട്. ആ സഹോദരൻ
ഇനി ഒരു ടെലിഫോൺ കിട്ടി. ഭാര്യ പ്രസവവേദന കിട്ടി, ആശുപത്രിയിലാണ്, നിങ്ങൾ ദുആ ചെയ്യണം, കുറച്ച് വിഷമത്തിലാണ് എന്ന് ഈ സുഹൃത്തിന് ഫോൺ മെസ്സേജ് ലഭിക്കുകയാണ്. ആ വിവരം അറിഞ്ഞ ഉടനെ അദ്ദേഹം ടെലിഫോൺ ചെയ്യുന്നു, കാന്തപുരം ഉസ്താദിന് ടെലിഫോൺ ചെയ്യുന്നു. ഉസ്താദിന് അങ്ങോട്ട് ടെലിഫോൺ ചെയ്യുന്നു, നാട്ടിലേക്ക് വിളിച്ചു പറയുന്നു, എൻ്റെ ഭാര്യ ആശുപത്രിയിലാണ്, വീട്ടിൽ നിന്ന് ഇപ്പൊ വിളിച്ചിരുന്നു, കുറച്ച് വിഷമത്തിലെ ഓപ്പറേഷൻ വേണമെന്നാ പറയുന്നത്, അതുകൊണ്ട് ഉസ്താദ് വേർക്കണമെന്ന് പറഞ്ഞ് അങ്ങോട്ട് വിളിക്കുക. വിളിച്ച ഉടനെ ഉസ്താദ് ടെലിഫോണിൽ മറുപടി പറയുന്നു. ആ മറുപടി ഈ ടെലിഫോണിൽ ഓപ്പണായിട്ട് ഞാനിങ്ങനെ കേൾക്കുന്നു. എന്താണ് മറുപടി പറയുന്നത്? ഒരു ഓപ്പറേഷനും വേണ്ട, ഓപ്പറേഷൻ ഇല്ലാണ്ട് നല്ല റാഹത്തുള്ള പ്രസവം ഉണ്ടാവും, നിങ്ങൾ ബേജാറാവണ്ടാണ്. ഞാൻ കേൾക്കുക. അരമണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ആ നാട്ടിൽ നിന്ന് ഫോൺ വരുന്നു, പ്രസവിച്ചു, അൽഹംദുലില്ലാഹ്, ഓപ്പറേഷൻ ഇല്ലാതെ പ്രസവിച്ചു. നല്ല വാക്കുകൊണ്ട് നിങ്ങൾ നിങ്ങളെ കൂട്ടുകാർക്ക് ഗുണം ചെയ്യുവീൻ. ഒരുപാട് ആളുകൾ കാത്തു നിൽക്കുന്ന ആളുകളുണ്ട് ഒരു നല്ല വാക്ക് കേൾക്കാൻ വേണ്ടി, ഒരു നല്ല ഉപദേശം കിട്ടാൻ വേണ്ടി. ഈ ഡ്രൈവർ, ഉസ്താദ് ഡ്രൈവറുടെ തോളിങ്ങനെ കൈവച്ചിട്ട് പറയുന്നു, മോനെ, ഡ്രൈവറെ മോനേന്നാ വിളിച്ചത്, മോനെ ഞാനിവിടെ ഇറങ്ങുകയാണ്, മോനോടൊരു ചെറിയ കാര്യം എനിക്ക് പറയാനുണ്ട്. ഡ്രൈവർ ഇങ്ങനെ എന്താണെന്നറിയാതെ അങ്ങനെ വളരെ ആകാംക്ഷയോടുകൂടി നിൽക്കുമ്പോ ഉസ്താദിന്റെ മറുപടി, മോനെ, ഉമ്മയോടും ബാപ്പയോടും നല്ല സ്നേഹത്തിൽ പെരുമാറണം, അവരെ വെറുപ്പിക്കരുത്. ഈ ഒരൊറ്റ ഉപദേശമേ എനിക്ക് നിന്നോട് പറയാനുള്ളൂ. ഈ ഡ്രൈവറെ ഉസ്താദ് തന്റെ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ല, ഈ ഡ്രൈവറും ഉസ്താദും ഒരു പരിചയവുമില്ല, പക്ഷെ നല്ലൊരു വാക്ക്, ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ, അള്ളാഹു നിനക്ക് നൽകിയ നാവിനെ നീ ഉപയോഗപ്പെടുത്തണം. തർക്കത്തിന്റെ രോഗം നിനക്കുണ്ട്, അതുപോലെ വേണ്ടാത്ത പല സ്വഭാവങ്ങളും നിനക്കുണ്ടെങ്കിലും നല്ലൊരു നാവ് അള്ളാഹു നിനക്ക് നൽകിയിട്ടുണ്ട്. ആ നാവ് ഉപയോഗപ്പെടുത്തി നീ നല്ലത് പറയണം. ആ ഉസ്താദ് പറഞ്ഞ ഒറ്റ വാക്കുകൊണ്ട് ആ ഡ്രൈവർ ചിന്തിക്കാൻ തുടങ്ങി. വല്ലാത്തൊരു വാക്കാണല്ലോ ഉസ്താദ് പറഞ്ഞത്. ആ വണ്ടി അയാളെ വീട്ടിന്റെ മുറ്റത്തവിടെ പാർക്ക് ചെയ്ത് ഭാര്യയോട് പറയുന്നു, ഞാൻ ഉമ്മാന്റെ അടുത്ത് പോവുകയാണ്, ബാപ്പാന്റെ അടുത്ത് പോവുകയാണ്. അപ്പൊ ഈ ഭാര്യ ചോദിച്ചു, എന്താ അപ്പൊ ഇന്നൊരു ഉമ്മാന്റെ അടുത്ത് പോകല്, ഇന്നൊരു ബാപ്പാന്റെ അടുത്ത് പോകല്? സത്യത്തിൽ ബാപ്പയും ഉമ്മയുമായി 6 മാസമായിട്ട് അകന്നു കഴിയാണ് മനുഷ്യൻ. ഈ മനുഷ്യന് ഗുരുനാഥനിൽ നിന്നൊരു ചെറിയ ഉപദേശം ലഭിക്കുന്നു. ആ ഒരൊറ്റ ഉപദേശം കാരണമായി അയാളുടെ ജീവിതത്തിലേതാ വെളിച്ചം ലഭിക്കുന്നു, അയാൾക്ക് ഏറ്റവും നല്ല സന്തോഷങ്ങൾ ലഭിക്കുന്നു. അതുപോലെ മനുഷ്യ, നിനക്കൊരുപാട് ഗുണങ്ങൾ അള്ളാഹു ചെയ്തിട്ടുണ്ട്. നിന്നെ ഒരിക്കലും തരം താഴ്ത്താനല്ല കർത്താവായ പടച്ചവന്റെ തീരുമാനം. അള്ളാഹു ചെയ്യുന്നത് എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ തീരുമാനം മനുഷ്യനെ വളർത്തി ഉയർത്തി പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് മനുഷ്യനെ നയിക്കാനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. ലതർക്കബുന്ന തബഖൻ അൻ തബഖ്, ഖുർആൻ പറയുന്നു, ലതർക്കബുന്ന തബഖൻ അൻ തബഖ്, പടിപടിയായി ഘട്ടം ഘട്ടമായി, ഗ്രാജുവലി വി ആർ ടേക്കിംഗ് യു അപ്പ് അപ്പ്, നിങ്ങളെ ഘട്ടം ഘട്ടമായി ഉയർത്തിക്കൊണ്ടുവരാനാണ് അള്ളാഹുവിന്റെ തീരുമാനം. മനുഷ്യനെ ഉയർത്തുകയാണ് അള്ളാഹുവിന്റെ ലക്ഷ്യം, താഴ്ത്തലല്ല. മനുഷ്യൻ മരണപ്പെട്ടാൽ അവന്റെ ശരീരം മലിനമല്ല, വേറെ ഏത് ജീവി മരിച്ചാലും മലിനമാണ്. പൂച്ച ചത്താൽ നജിസാണ്, നായ ചാകുന്നതിന് മുൻപ് തന്നെ നജിസാണ്. പൂച്ച ശുദ്ധിയുള്ള ജീവിയാണ്, ചത്താൽ നജിസാണ്. പശു ശുദ്ധിയുള്ള ജീവിയാണ്, പശു ചത്താൽ നജിസാണ്. മുയൽ ശുദ്ധിയുള്ള ജീവിയാണ്, ചത്താൽ നജിസാണ്. കോഴി ശുദ്ധിയുള്ള ജീവിയാണ്, ചത്താൽ നജിസാണ്. മനുഷ്യ, നിന്റെ ശരീരം, വലഖദ് കറംനാ ബനി ആദമ വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ, എത്ര ജീവികളുണ്ട് ഈ ലോകത്ത്, ആ ജീവികൾക്കൊന്നും നൽകാത്ത വലിയ മഹത്വങ്ങൾ മനുഷ്യ നിനക്ക് അല്ലാഹു നൽകിയിരിക്കുന്നു. അതിൽപ്പെട്ട വലിയ മഹത്വം, നീ മരണപ്പെട്ടാൽ നിന്റെ ശരീരം മലിനമല്ല. ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് പറയുന്നു, ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ
ആ മരണത്തോടുകൂടി അവന്റെ ശരീരം മലിനമാകുന്നതല്ല. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ ഉടനെ കഴുകണം. കഴുകിയാൽ ശുദ്ധിയായി. കഴുകുന്നതിന് മുൻപ് ഒരല്പസമയം മലിനമായി അവൻ കിടക്കുന്നുണ്ട്. കഴുകിയാ വൃത്തിയായി. കോഴി ചത്താലോ? ചത്ത കോഴിയെ കഴുകിയാ ശുദ്ധിയാകോ? ഇല്ല. അത് നജിസ് തന്നെ, മലിനം തന്നെ. തിന്നാനും പറ്റൂല, തൊടാനും പാടില്ല. വേഗം കുഴിയിൽ അടക്കുക മാത്രമേ വഴിയുള്ളൂ. വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ. മനുഷ്യ, നിങ്ങളെ നാം കരയിലും കടലിലും നിങ്ങളെ നാം ചുമന്നു. വറസഖ്നാഹും മിനത് ത്വയ്യിബാത്ത്. നല്ല ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് നാം നൽകി. ആ ഭക്ഷണം നിങ്ങൾ കഴിക്കുന്നത് എങ്ങനെയാണ്? ആ ഭക്ഷണം കഴിക്കുന്നത്, മനുഷ്യൻ ഭക്ഷണം കഴിക്കുന്നത് അവന്റെ കൈകൊണ്ട് എടുത്താണ് ഭക്ഷണം കഴിക്കുന്നത്. വായി കൊണ്ട് ഭക്ഷണത്തിലേക്ക് വായി കൊണ്ടുപോവൽ അല്ല മനുഷ്യന്റെ സ്വഭാവം. നല്ല വൃത്തിയുള്ള മനുഷ്യന്റെ വായും അവന്റെ നാവും ഈ ഭക്ഷണത്തിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോകാതെ കഴുകിയ കൈകൊണ്ട് ഭക്ഷണമെടുത്ത് വായിൽ വെക്കുന്ന സംസ്കാരമാണ് മനുഷ്യന് അള്ളാഹു നൽകിയത്. അത്രയും കൂടുതൽ പരിപാലിച്ച് നിങ്ങൾക്ക് ഈ ലോകത്തിന്റെ എല്ലാം നൽകിയിട്ടുള്ള ആ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മനുഷ്യ സമൂഹത്തെ ഇങ്ങനെ വളർത്തി 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 ഉയർത്തിക്കൊണ്ടുവരികയാണ്. എന്നിട്ട് നാളെ പരലോകത്ത് എത്തിയാൽ ഇമാം ഇബ്നു കസീർ ഉദ്ധരിക്കുന്നത് കാണാം, യൗമ നദ്ഉ കുല്ല ഉനാസിൻ ബിഇമാമിഹിം. നാളെ പരലോകത്തെത്തിയാൽ ഓരോ മനുഷ്യന്റെയും കയ്യിൽ കിതാബ് നൽകിയിട്ട് അവനെ വിളിക്കും. അവനെ ഉമ്മയിലേക്ക് ചേർത്തിയാണ് വിളിക്കുക. ഉമ്മയിലേക്ക് ചേർത്തിയിട്ടാണ് മക്കളെ വിളിക്കുക. മഹ്ശറ ലോകത്ത് ബാപ്പയിലേക്ക് ചേർത്തിയല്ല, ഉമ്മയിലേക്ക് ചേർത്തി വിളിക്കുമെന്ന് പറഞ്ഞ പണ്ഡിതന്മാർ വയൗമ നദ്ഉ കുല്ല ഉനാസിൻ ബിഇമാമിഹിം, ഇമാമിലേക്ക് ചേർത്തിയിട്ട് വിളിക്കും എന്ന ആയത്തിന്റെ തഫ്സീറിൽ പറയുന്നു. ഇമാം എന്ന് പറഞ്ഞാൽ ഉമ്മയാണ്. അപ്പൊ ഉമ്മയിലേക്ക് ചേർത്തിയിട്ട് വിളിക്കുന്നതാണ്. നാളെ മഹ്ശറെടുത്തിയാൽ ഉമ്മയിലേക്ക് ചേർത്തി വിളിക്കും. എന്തിനാണ് ഉമ്മയിലേക്ക് ചേർത്തി വിളിക്കുന്നത്? അതിന് 3 കാരണമാണ് പണ്ഡിതന്മാർ മറുപടി പറയുന്നത്. ഒരു കാരണം എന്താണെന്നറിയോ? ഇപ്പൊ ഈ ഭൗതിക ലോകത്ത് നമ്മളെ വാപ്പ ആരാണ്? നമുക്കറിയാം, വാപ്പന്റെ ആളാണ്. ഉമ്മ ആരാണെന്ന് അറിയാം. ഇപ്പൊ നമ്മള് വാപ്പാന്ന് വിളിക്കുന്ന ആള് നമ്മളെ വാപ്പ തന്നെയാണോ? അല്ലാഹു ആലം. മെറ്റേണിറ്റി ഈസ് റിയൽ ആൻഡ് പെറ്റേണിറ്റി ഈസ് എൻ ഒപ്പീനിയൻ. പിതൃത്വം ഒരഭിപ്രായമാണ്, ഉമ്മ പറഞ്ഞ അഭിപ്രായമാണ്. മെറ്റേണിറ്റി ഈസ് റിയൽ, മാതൃത്വം യാഥാർത്ഥ്യമാണ്. ഇപ്പൊ പ്രസവ വാർഡില് ആശുപത്രിയിൽ പ്രസവിക്കുന്നത് കൊണ്ട് മെറ്റേണിറ്റി ഈസ് ആൾസോ എൻ ഒപ്പീനിയൻ എന്നൊരു തിരുത്തൽ ആവശ്യമുള്ള കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. കാരണം പ്രസവ വാർഡ് പ്രസവിച്ച ഉടനെ നമ്പർ ഇടും. ആ നമ്പർ ഇടുമ്പോൾ നേഴ്സിനോട് തെറ്റിപ്പോയാൽ, ആ ബാൾപ്പെന്ന് കൊണ്ട് എഴുതുമ്പോൾ എഴുത്ത് ലേശം തരാറായാൽ ഈ കുഞ്ഞിനെ ആ പെണ്ണിനും ആ കുഞ്ഞിനെ ഈ പെണ്ണിനും കൊടുക്കും. കുഞ്ഞിനെ പെണ്ണ് വീട്ടിൽ കൊണ്ടുവരും. കരളെ മുത്തേ, എമ്മളെ മുത്തല്ലേ, എമ്മളെ കരളല്ലേ എന്ന് കുഞ്ഞ് പറയുന്നുണ്ടാവും, അല്ല ഞാൻ നിങ്ങളെ മുത്തല്ല, ഞാൻ നിങ്ങളെ അപ്പുറത്ത് പ്രസവിക്കാൻ കിടന്ന അതിന്റെ മുത്താണ് എന്ന് കുഞ്ഞ് പറയുന്നുണ്ടാവും. പക്ഷെ കുഞ്ഞിന് അത് പ്രതിഫലിപ്പിക്കാൻ കഴിയാത്തതുകൊണ്ട് നമ്മൾ കുറെ കാലം ആ കുഞ്ഞിനെ മുത്തേ കരളേന്ന് വിളിച്ചിങ്ങനെ കൊണ്ട് നടക്കുന്നു. അങ്ങനെയും ഭാവ. മെറ്റേണിറ്റി ഈസ് ആൾസോ എൻ ഒപ്പീനിയൻ എന്ന കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുകയാണ്. പിതൃത്വമോ, ബാപ്പ എന്ന വിഷയത്തെപ്പറ്റി ഉറപ്പ്, അതാരാ? അതാണ് കുഞ്ഞന്റെ വാപ്പ. ശരി, അങ്ങനെ വാപ്പാന്ന് വിളിക്കാൻ തുടങ്ങി. ഒരു പക്ഷേ ഉമ്മ ഒളിച്ചു വെക്കുകയായിരിക്കും. ആ വാപ്പയെ ചൂണ്ടിക്കാണിച്ച് വാപ്പാന്ന് പറയുമ്പോൾ തന്നെ ഈ പ്രസവിച്ച സ്ത്രീക്കറിയ യഥാർത്ഥത്തിൽ വാപ്പ വേറെയാണ്. അങ്ങനെ വരുമ്പോൾ നാളെ പരലോകത്ത് എല്ലാ കുട്ടികളും ഹാജരാകുമ്പോൾ, എല്ലാ മനുഷ്യരും മഹ്ശറയിൽ ഹാജരാകുമ്പോൾ ബാപ്പയിലേക്ക് ചേർത്തിയങ്ങ് വിളിച്ചാൽ പലരും ബുദ്ധിമുട്ടാകുമല്ലോ. കാരണം അവർ ദുനിയാവിൽ വെച്ച് വാപ്പാന്ന് വിളിച്ച ആളല്ല, പരലോകത്ത് വാപ്പയായി പ്രത്യക്ഷപ്പെടുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ തീരുമാനം യൗമനദു കുല്ല ഉനാസിൻ ബിഇമാമിഹിം, എല്ലാവരുടെയും ഉമ്മയിലേക്ക് ചേർത്തി അങ്ങ് വിളിക്കുന്നു. അങ്ങനെ ഇന്നാളുടെ മകനായ, ഇന്ന പെണ്ണിന്റെ മകനായ ഓ മനുഷ്യ എന്ന് വിളിക്കുമ്പോൾ വ്യഭിചാരത്തിൽ ജനിച്ച കുട്ടികൾക്ക്
നാളെ പരലോകത്ത് വഷളാകാതെ അവിടെ രക്ഷപ്പെടാൻ കഴിയുമെന്ന് പണ്ഡിതന്മാർ ഇതിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നു. അത്ര കരുണാവാരിധിയാണ് പടച്ചവൻ. ഇപ്പറഞ്ഞതിന്റെ അർത്ഥം വ്യഭിചാരത്തെ പ്രോത്സാഹിപ്പിക്കുകയല്ല. വ്യഭിചാരം ഹറാമാണ്. വ്യഭിചാരത്തിൽ ജനിച്ച കുട്ടി ആ കുട്ടി നല്ല അമൽ ചെയ്താൽ ആ കുട്ടിക്ക് സ്വർഗം ലഭിച്ചേക്കാം. ആ കുട്ടിയല്ലല്ലോ പിഴച്ചത്, ആ കുട്ടിയുടെ ബാപ്പ, ആ കുട്ടിയുടെ ഉമ്മ. അവര് ഏറ്റവും വൃത്തികെട്ട പ്രവർത്തനം ചെയ്തതിന്റെ ഫലമായി അവര് നരകത്തിൽ കഠിനമായ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. സുബ്ഹാനല്ലാഹ്. റബ്ബ് സുബ്ഹാനഹു വ തആല വ്യഭിചാരത്തിൽ നിന്നും വ്യഭിചാരത്തിലേക്ക് എത്തിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും നമ്മുടെ സമുദായത്തെ, നമ്മളെ ബന്ധപ്പെട്ട എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നു, ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഈസാ നബി അലൈഹിസ്സലാമിനെയാണ്. കാരണം എല്ലാവരും ബാപ്പയിലേക്ക് ചേർത്തിയിട്ട് വിളിക്കുമ്പോൾ ഒരാളിങ്ങനെ മാറി നിൽക്കേണ്ടി വരും. അത് ഈസാ ഇബ്നു മറിയമാണ്. ആ ഈസാ നബി അലൈഹിസ്സലാമിന്റെ ബാപ്പയിലേക്ക് ഈസാ നബിയെ ചേർത്താൻ നിർവാഹമില്ല. കാരണം ബാപ്പയില്ല. ഇന്ന മസല ഈസാ ഇൻദല്ലാഹി കമസലി ആദമ ഖലഖഹു മിൻ തുറാബ്. ആദം നബി അലൈഹിസ്സലാമിനെ മണ്ണിൽ നിന്ന് പടച്ചതുപോലെ ആ പടക്കാൻ കഴിവുള്ള റബ്ബ് ഈസാ നബി അലൈഹിസ്സലാമിനെ അവന്റെ ഖുദ്റത്ത് കൊണ്ട് പടച്ചു എന്ന് ഖുർആൻ പറയുന്നു. അപ്പൊ എല്ലാവരെയും ബാപ്പയിലേക്ക് ചേർത്ത് വിളിക്കുമ്പോൾ ഈസാ നബിക്ക് ഒരു ബുദ്ധിമുട്ട് വരരുത് എന്ന് കരുതിയിട്ടാണ് എല്ലാവരെയും ഉമ്മയിലേക്ക് ചേർത്ത് വിളിക്കുന്നത് മുഫസ്സിറുകൾ പറയുന്നു. മൂന്നാമത് പറയുന്നു, ബാപ്പയേക്കാൾ ഉമ്മക്ക് മഹത്വമുള്ളവരും ലോകത്തുണ്ട്. സ്വന്തം ബാപ്പയേക്കാൾ സ്വന്തം ഉമ്മക്ക് മഹത്വമുള്ള ഒരാളുണ്ട് ലോകത്ത്. രണ്ടാളുണ്ട് അങ്ങനെ ലോകത്ത്. അതാരാണ്? ബഹുമാനപ്പെട്ട ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവാണ്. അവരെ രണ്ടാളെയും പരലോകത്ത് അവരെ ബാപ്പയിലേക്ക് ചേർത്ത് വിളിക്കുന്നതിനേക്കാൾ അവർക്ക് ഇഷ്ടം ഉമ്മയിലേക്ക് ചേർത്ത് വിളിക്കലാണ്. കാരണം അവരുടെ ബാപ്പ അലി ഇബ്നു അബീ ത്വാലിബാണ്. ആ അലി ഇബ്നു അബീ ത്വാലിബിനേക്കാൾ സ്വർഗത്തിലെ ഏറ്റവും വലിയ സ്ഥാനം അവരുടെ ഉമ്മയായ ഫാത്തിമ ബീവിക്കായതുകൊണ്ട് ആ കുട്ടികൾക്ക് ഇഷ്ടം ഞങ്ങൾ ഉമ്മയിലേക്ക് ചേർത്ത് വിളിക്കണേ എന്നാണ്. അതുകൊണ്ട് അള്ളാഹു അവരെ വിളിക്കുന്നു, ഇതാണ് റബ്ബ്. ഏറ്റവും ചെറിയത് പോലും അവൻ കാണുന്നു, ഏറ്റവും ചെറിയത് അവൻ പരിഗണിക്കുന്നു. മനുഷ്യനെ വളർത്താൻ അവൻ ആഗ്രഹിക്കുന്നു. ഈ സദസ്സിന്റെ ഏതോ ഒരു മൂലയിലുള്ള ഒരാൾക്ക് തോന്നുന്നു, എന്നെയൊക്കെ അള്ള കാണുമോ? മുമ്പൊരു കഥയുണ്ട്. മഴ കിട്ടാതെ വളരെ വിഷമിക്കുമ്പോൾ ഉസ്താദ് വേർക്കുകയാണ്, മഴ തരണേ മഴ തരണേ മഴ തരണേ. എല്ലാവരും ഇങ്ങനെ കൈ ഉയർത്തി മഴ തരണേ, ആമീൻ ആമീൻ. ഒരാൾ മാത്രം സദസ്സിന്റെ പിന്നിൽ മൂലയിലുണ്ട് ഒരാള്. അയാള് രണ്ട് കൈ ഇങ്ങനെ വെച്ചിട്ട് മഴ പെയ്യരുതേ പെയ്യരുതേ. ഉസ്താദ് ഇങ്ങനെ പറയുന്നുണ്ട് മഴ പെയ്യണേ, എല്ലാവരും ആമീൻ. ഒരാൾ മാത്രം ഇത് ഉസ്താദ് പോലും കാണുന്നില്ല. ആരും കാണുന്നില്ലെങ്കിലും രാജസയ്യിദായ റബ്ബ് കാണുന്നുണ്ട്. ആ റബ്ബ് അവനോട് ചോദിക്കുന്നു, ഈ വലിയ ആൾക്കൂട്ടം മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ദുആവിന് ഉത്തരമുള്ള വലിയ സയ്യിദ് ദുആ ചെയ്യുമ്പോൾ നീ മാത്രം എന്താ പെയ്യണ്ടെന്ന് പറയാൻ? അവൻ പറയുന്നു, കർത്താവിൽ നിനക്കറിയാമല്ലോ, ഞാനൊരു കട്ടപ്പുരയിലാണ് താമസിക്കുന്നത്, അതാകെ പൊളിച്ചിട്ടതാണ്. ഉസ്താദ് പറയുന്ന ഈ മഴ പെയ്താൽ ഈ കട്ട കംപ്ലീറ്റ് ഒലിച്ചു പോകും. അതുകൊണ്ട് ഈ മഴ ഇന്ന് വേണ്ട, എൻ്റെ വീട് കെട്ടി ഭദ്രമാക്കിയതിന് ശേഷം പെയ്താൽ മതി. അവർക്ക് മഴ കിട്ടിയില്ല. ദൈവം അവർക്ക് മഴ നൽകിയില്ല. കാരണം ഏറ്റവും ദുർബലനായ മനുഷ്യനാരോ ആ ദുർബലന്റെ പ്രാർത്ഥനയാണ് റബ്ബ് സ്വീകരിക്കുക. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും ദുർബലനാരാണോ അവനോട് കൂടെയാകുന്നു അല്ലാഹു. ഏറ്റവും പാവപ്പെട്ടവന്റെ കൂടെയാണ് അല്ലാഹു. പക്ഷേ ഒരു കാര്യമുണ്ട്, പാവപ്പെട്ടവൻ മനസ്സിലാക്കണം, പാവപ്പെട്ടവൻ അഹങ്കാരിയായി പോകരുത്. നിസ്കാരമെന്ന അമൽ അവൻ നിർവഹിക്കണം. അവനെല്ലാ സമയത്തും നിസ്കാരത്തെപ്പറ്റി ശ്രദ്ധിക്കണം. പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾ മനസ്സിലാക്കണം, ഏറ്റവും വിഷമം അനുഭവിക്കുന്ന മനുഷ്യനെയും രക്ഷിക്കുന്നവനായ അല്ലാഹ്, പോലീസുകാരന്റെ ശക്തിയുള്ള, പട്ടാളത്തിന്റെ പിന്തുണയുള്ള, സെക്യൂരിറ്റി ഫോഴ്സിന്റെ അകമ്പടിയുള്ള രാജാവിന് വിജയിക്കാൻ കഴിഞ്ഞില്ല. പിന്നെയോ പാവങ്ങളിൽ പാവങ്ങളായ കഷ്ടപ്പെടുന്ന ഒരു സഹോദരി രണ്ട് കൈയുയർത്തിയപ്പോൾ ആ പെണ്ണിന്റെ പ്രാർത്ഥനക്ക് റബ്ബ് ഉത്തരം ചെയ്യുന്നു. സഹീഹുൽ ബുഖാരി ആ സംഭവം ഉദ്ധരിക്കുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട ഭാര്യ
നല്ല സുന്ദരിയായ ഭാര്യ. ആ ഭാര്യയും ഇബ്രാഹിം നബിയും നടന്നു പോകുമ്പോൾ രാജാവിന് ഒരാശ, ആ പെണ്ണിനെ സ്വന്തമാക്കണമെന്ന്. പോലീസുകാരനെ അയക്കുന്നു. പോലീസുകാരൻ ഇബ്രാഹിമിനെയും ഭാര്യയെയും തടഞ്ഞു നിർത്തുന്നു. ആ പെണ്ണിനെ രാജാവ് അവിടെ എത്തിക്കണമെന്ന് ആ സെക്യൂരിറ്റി പോലീസ് ആവശ്യപ്പെടുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം സമയത്ത് ബേജാറാകുന്നു. പടച്ചവനെ, എന്താണ് സംഭവിക്കുക? ഒരു പ്രവാചകനായ എന്റെ ഭാര്യയെ രാജാവാണ് ചോദിക്കുന്നത്. അവളെ ശരീരത്തിൽ ആ രാജാവ് കൈവച്ചാൽ ഞാൻ എന്തിനാണ് കൊള്ളുക? പക്ഷേ തടയാൻ ശക്തിയില്ലാത്തതുകൊണ്ട് പറഞ്ഞേക്കുകയല്ലാതെ നിർവാഹമില്ലല്ലോ. ആ പെണ്ണിനെ പോലീസ് അതാ പിടിച്ചു കൊണ്ടുപോകുന്നു, രാജാവിന്റെ കൊട്ടാരത്തിൽ ഹാജരാക്കുന്നു. ആ രാജാവിന്റെ സ്വകാര്യ റൂമിലേക്ക് ഇബ്രാഹീമിന്റെ ഭാര്യയെ കൊണ്ടുപോകുന്നു. ഇബ്രാഹിം പുറത്തു വെച്ച് പ്രാർത്ഥിക്കുന്നു. ഭാര്യ അകത്തെത്തുന്നു. രാജാവ് അതാ സ്വന്തം റൂമിലേക്ക് ഇബ്രാഹിം നബിന്റെ ഭാര്യയെ അകത്തേക്ക് വിളിക്കുന്നു. കയ്യതാ നീട്ടുമ്പോൾ ഭാര്യ പറയുന്നു, എനിക്ക് ബാത്റൂമിലൊന്ന് പോകണം, ഞാനൊന്ന് വുളു എടുക്കട്ടെ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ സാറ അതാ ബാത്റൂമിലേക്ക്, ടോയ്ലറ്റിലേക്ക് പോയി വുളു ചെയ്യുന്നു. വുളു ചെയ്ത് വന്ന് 2 റക്അത്ത് നിസ്കരിക്കുന്നു. പാവപ്പെട്ടവന്റെ മോചനത്തിന് വേണ്ടിയുള്ള മാർഗമാണ് നിസ്കാരം. കാന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ ഹസബഹു അംറുൻ സല്ലാ റക്അത്തൈനി. മുഹമ്മദ് നബിക്ക് എന്തെങ്കിലും പ്രയാസം നേരിടുമ്പോൾ 2 റക്അത്ത് നിസ്കരിക്കാറുണ്ടായിരുന്നു. പ്രശ്നങ്ങൾ തരണം ചെയ്യാൻ നിസ്കാരത്തിന് കഴിവുണ്ട്. ആ സാറ എന്ന പെണ്ണ് നിസ്കരിക്കുന്നു. എന്നിട്ടതാ ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ഇൻ കുന്തു ആമന്തു ബിക വബിറസുലിക വലാ തുസല്ലിത് അലയ്യ ഹാദൽ ഫാജിറ. പടച്ചവനെ, ഈ ദുർമാർഗിയായ മനുഷ്യനെ എന്നെ തൊടാൻ നീ ഒരിക്കലും അനുവദിക്കരുത്. ഞാനൊരു പ്രവാചകന്റെ ഭാര്യയാണ്, വഷളാക്കല്ലേ അല്ലാഹ്. ഒരൊറ്റ പ്രാർത്ഥന കൊണ്ട്, ഒരു ബോംബിന്റെ ഫലമാണ് പ്രാർത്ഥന കൊണ്ട് ലഭിക്കുന്നത്. ആ രാജാവ് കൈ നീട്ടുന്നു. ആ രാജാവിന്റെ കൈ സ്വാധീനം നഷ്ടപ്പെടുകയും രാജാവ് അവിടെ ലഭ്യനായി വീഴുകയും ചെയ്യുന്നു. 3 പ്രാവശ്യം ഇത് ആവർത്തിക്കുന്നു. 4ാമത്തെ പ്രാവശ്യം ആ പെണ്ണിനെ അതാ വിടുന്നു. വിട്ടിട്ട് സെക്യൂരിറ്റിയോട് പറയുന്നു, ഇത് ഇബ്ലീസാണ്, ഇത് ശൈത്താനാണ്, ജിന്നാണ്, ഇതിനെ വേഗം കൊണ്ടുപോകണമെന്ന് പറയുമ്പോൾ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പുറത്ത് കാത്തു നിൽക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്നു, നിങ്ങൾ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ വരാനും പോകുമ്പം പോകാനും നമ്മളെ കിട്ടൂല. അതുകൊണ്ട് ഈ പെണ്ണിനെ വിളിച്ച് വഷളാക്കിയതിന് പകരമായി ഒരു പിഴ തരാതെ ഞാൻ ഇവിടെ കൊണ്ടുപോവുകയില്ല. അങ്ങനെ കൊട്ടാരത്തിലുള്ള അടിമ സ്ത്രീയായ ഹാജറിനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് സമ്മാനമായി നൽകുന്നു. സഹീഹുൽ ബുഖാരിയിൽ ഈ സംഭവം ഉദ്ധരിക്കുന്നത് കാണാം. വളരെ പാവപ്പെട്ടവരോടൊപ്പം അള്ളാഹു ഉണ്ട്. വീടില്ലാത്ത, കുടുംബമില്ലാത്ത, വിഷമിക്കുന്ന, കടം കൊണ്ട് വലഞ്ഞ മനുഷ്യന്റെ കൂടെ ദൈവം ഉണ്ട്. നിങ്ങൾ അള്ളാഹുവിനോട് ചേർന്നാൽ അള്ളാഹു നിങ്ങളോട് ചേരും. മനുഷ്യൻ ആയാൽ മാത്രം പോരാ, നല്ല മനുഷ്യനായി തീരണം. നല്ല സ്വഭാവം, നല്ല പ്രാർത്ഥന, നല്ല പെരുമാറ്റം, നല്ല വാക്കുകൾ. ആ നിലയ്ക്ക് മനുഷ്യർക്ക് ഉപകാരമുള്ളവനായി വളരാൻ എന്തൊക്കെ വേണോ അതൊക്കെ നമ്മൾ ഉൾക്കൊള്ളുക.